നമസ്കാരം. നമസ്കാരം. നമുക്കിന്ന് ഉള്ളത് മുതിർന്ന പത്രപ്രവർത്തകനും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു കാര്യസ്ഥൻ തന്നെ പറയാം ആയിട്ടുള്ള ഇലിയാസ് ജോൺ സാറാണ്. സാറിന് ഈ ചർച്ചയിലോട്ട് സ്വാഗതം. സാർ, ഇപ്പോൾ നമ്മുടെ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സംശയം, അത് ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഒരു സംശയമുണ്ട്. വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് സംബന്ധിച്ച് ഒരു വൻ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ജനങ്ങൾ ഇത് തുറമുഖത്തുള്ള ആൾക്കാർ റോഡിലിറങ്ങി ഒബ്സ്ട്രക്ഷൻ ഓഫ് ട്രാഫിക്കും എല്ലാം ഒരു ദിവസം ദി ഹെൽഡ് അപ്പ് സിറ്റി. ഇതിൻ്റെ പിന്നിൽ ശരിക്കും അവിടെയുള്ള ആൾക്കാരാണ്. സ്ട്രെയിറ്റ് അവേ ഞാൻ മറുപടി പറഞ്ഞാൽ അല്ല. അവരെ എല്ലാം ഈ ഗസ്റ്റ് ആർട്ടിസ്റ്റുകളായിട്ട് കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുകയായിരുന്നു. അതിൽ പലരും ഇപ്പോൾ അത് സംഭവിച്ചു, തെറ്റായിപ്പോയി, അങ്ങനെ ഒരു സമരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. റിപ്പൻറ്റൻസ് ഉണ്ട്. 2021 ഒരു കടലാക്രമണം ഉണ്ടായിരുന്നു. എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് ഈ ശംഖുമുഖം എന്ന് പറയുന്നതിൻ്റെ തൊട്ട് ചേർന്ന് എൻ്റെ തെക്ക് വശത്ത് കാണുന്നതാണ് എൻ്റെ ഗ്രാമം. ശംഖുമുഖം ബീച്ച് ഉൾപ്പെടുന്നതാണ് എൻ്റെ ഗ്രാമം. ഇപ്പൊ എൻ്റെ ബീച്ചാണ് ശംഖുമുഖം. എല്ലാവരും വന്ന് വൈകുന്നേരം വരും. ആ ഗ്രാമത്തില് എൻ്റെ പേര് വലിയ തോപ്പ് ഗ്രാമം. ഒരു 18 വീടുകൾ പോയി. കടലാക്രമണത്തിൽ 18 വീടുകൾ പോയി. അതാണ് ഈ സമരത്തിന്റെ കാരണം. പെട്ടെന്നുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ആ വീടുകൾ പോയതാണ്. ഈ വീടുകൾ എങ്ങനെ പോയി എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഒരു സിമെന്റ് ഗോഡൌൺ എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ ഇതുമായിട്ട് ലിങ്ക് ചെയ്തു. സിമെന്റ് ഗോഡൌണിൽ യാതൊരു ബേസിക് കമ്മ്യൂണിറ്റീസും ഇല്ലാതെ കുറെ ആളുകൾ പുഴുക്കളെ പോലെ ജീവിക്കുന്നു. ഈ കടലാക്രമണത്തിന്റെ ഇരകളാണ്. വിഴിഞ്ഞം പദ്ധതി കാരണം ഇവരുടെ വീടുകളെല്ലാം നഷ്ടപ്പെട്ട് അവരിവിടെ വരും. അവർക്കൊരു റിഹാബിലിറ്റേഷൻ ഇല്ല, മാന്യമായി ജീവിക്കാനുള്ള ഒരു സൗകര്യം നൽകില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ ലോകത്തിൽ അവതരിപ്പിച്ച ചിത്രം. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പദ്ധതി ഒരു കാരണവശാലും നടത്തില്ല എന്ന് വ്രതമെടുത്തവർ ഇവിടെ ഉള്ളവരല്ല, വൻ ശക്തികളാണ്. അപ്പൊ വൻ ശക്തികൾക്ക് പറ്റിയ ഒരു പ്ലോട്ടായിരുന്നു ഈ സിമെന്റ് ഗോഡൌണും വീട് നഷ്ടപ്പെട്ടത്. അവർ മാക്സിമം എന്നെ ആ സമയത്ത് BBC ഇന്റർവ്യൂ ചെയ്യാൻ എത്തുന്നു, ഇക്കണോമിക് ടൈംസ് ഇന്റർവ്യൂ ചെയ്യാൻ എത്തുന്നു. ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ അൽ ജസീറ, ഞങ്ങൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല നമ്മളെയൊക്കെ അൽ ജസീറ ഇന്റർവ്യൂ ചെയ്യും, BBC ഇന്റർവ്യൂ നമ്മൾ ഒരിക്കലും. പക്ഷെ ഇത്തരം വൻകിട ചാനലുകളാണ് അന്ന് തിരുവനന്തപുരത്ത് തമ്പടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഭയങ്കര പ്ലാന്റഡ് സ്റ്റോറി ആയിട്ട് ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് കാരണം? എല്ലാ കാലത്തും ഈ മത്സ്യത്തൊഴിലാളികൾ, ആദിവാസികൾ, ഈ രണ്ട് വിഭാഗത്തിന് ഭയങ്കര മാർക്കറ്റാണ്. ഗ്ലോബൽ സിമ്പതി മാർക്കറ്റാണ്. അവരുടെ ജീവിതത്തിൽ അതുകൊണ്ടൊരു കാര്യമില്ലെങ്കിലും പെട്ടെന്ന് ഇതിനെ പൊലിപ്പിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മത്സ്യത്തൊഴിലാളി, ആദിവാസി. ഇനി ഒരു തരത്തിൽ ഒരു കർഷക തൊഴിലാളി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം പഞ്ചാബിലെ കർഷകരെല്ലാവരും കൂടി ഇറങ്ങിയതുപോലെ ഇതൊക്കെ ഒന്നാന്തരമായിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സാധനം. അപ്പോ 21 കടലാക്രമണം അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് സിമെന്റ് ഗോഡൌണിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ പോലൊരാൾക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഞാൻ ഇവരുടെ ഇടയിലാണ് ജനിച്ചു വളർന്ന് ഈ 63ാമത്തെ വയസ്സിലും ജീവിക്കുന്നത് അവരുടെ ഇടയിലാണ്. കടല് ദിവസത്തിൽ 4-5 പ്രാവശ്യം കടലിന്റെ നിറം, കടലിന്റെ തിരമാലയുടെ പൊക്കം, അളവ് എത്രത്തോളം കയറിയിട്ടുണ്ട് എന്നെല്ലാം നേരിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇവര് സിമെന്റ് ഗോഡൌണിനെ ഇതുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കൗണ്ടർ ചെയ്ത്. ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഈ സമരത്തിന് ഇറങ്ങിയെന്നാണ്. മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയതല്ല, മത്സ്യത്തൊഴിലാളികളെ നിർബന്ധിച്ച് ഇറക്കിയതാണ്. അപ്പോൾ സിമെന്റ് ഗോഡൌൺ എന്ന് പറയുന്നത് എന്താണ്? 2004 സുനാമി അടിച്ചപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ടു. അന്ന് മാറ്റി പാർപ്പിച്ചവരാണ് ഈ സിമെന്റ് ഗോഡൌണിലുള്ളവർ. വിഴിഞ്ഞം തുറമുഖം വരുന്നത് 2015-ലാണ്. 2015-ലാണ് ഔദ്യോഗികമായി നിർമ്മാണം ആരംഭിക്കുന്നതെങ്കിലും 2016 ജനുവരിയിലാണ് ഈ പറയുന്ന ഒരു ഡ്രെഡ്ജിങ് എന്നൊക്കെ പറയാവുന്ന ചില സാധനങ്ങൾ വരുന്നത് 2016-ലാണ്. ഇപ്പൊ സിമെന്റ് ഗോഡൌണിൽ കിടക്കുന്ന ആളുകളെ പ്രതിയാക്കിയത് ആരാണ്? സുനാമിയാണ്.
സുനാമിയിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾ അവിടെ പോയി താമസിക്കുകയും മാറി മാറി വന്ന എത്ര ഗവൺമെന്റായി 2014 തൊട്ട് 2004 തൊട്ട് 2016 വരെ കുറഞ്ഞതൊരു 2 ഗവൺമെന്റ് അല്ലെങ്കിൽ 3 ഗവൺമെന്റിന്റെ പീരീഡാണ്. ഈ പീരീഡിൽ ആർക്ക് വേണമെങ്കിലും ഇവരെ റിഹാബിലിറ്റ് ചെയ്യാമായിരുന്നല്ലോ. UDF സമരത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുകയായിരുന്നു. എന്താണ് വാട്ട് വാസ് ദെയർ റോൾ ഇൻ ദ റിഹാബിലിറ്റേഷൻ ഓഫ് ദി സിമന്റ് ഗോഡൌൺ? എന്തുകൊണ്ട് അവർ ചെയ്തില്ല? അപ്പോ 2021 കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടതല്ല യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തിന് സമരകാരണമായി ഇവർ പറഞ്ഞത്. സമരകാരണമായി പറഞ്ഞത് സിമന്റ് ഗോഡൌണിൽ റിഹാബിലിറ്റേഷൻ നടത്തിയിട്ടില്ല. സിമന്റ് ഗോഡൌണിൽ റിഹാബിലിറ്റേഷൻ നടത്താത്തതിന്റെ കാരണം എല്ലാ ഗവൺമെന്റുകൾക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് UDF ഈ സമരത്തിന്റെ സ്പോക്സ്മാനായി മാറാൻ പറ്റുക? അപ്പൊ നമ്മളെല്ലാവരെയും ഹൈജാക്ക് ചെയ്യായിരുന്നു. തെറ്റായ വിവരങ്ങൾ നൽകി ജനങ്ങളെയും ഇളക്കി വിട്ട് മീഡിയയും കയ്യിലെടുത്ത് ഈ സിമന്റ് ഗോഡൌൺ എന്ന് പറയുന്ന ഒരു വലിയ സിമ്പതി ഉണ്ടാക്കിയാണ് ഈ സമരത്തെ നേരിടാൻ ശ്രമിച്ചത്, ഈ സമരം അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇനി 2021 കടലാക്രമണം ഇല്ലെങ്കിൽ 2004 സുനാമി, ഇത് രണ്ടും അംഗീകരിച്ചു കൊടുക്കാം. രണ്ടും വിഴിഞ്ഞം പദ്ധതി കാരണമാണെങ്കിൽ ഇവരെന്തിനാണ് 1995 സമരം ചെയ്തത്? 2000 എന്തിനാണ് ഇവർ ഹൈക്കോടതി പോയത്? എന്തിനാണ് ഗ്രീൻ ട്രിബ്യൂണലിൽ പോയത്? എന്തിനാണ് സുപ്രീം കോടതി പോയത്? അന്ന് ഏത് കടലാക്രമണമായിരുന്നു? അന്ന് ഇവരെന്തിനാണ് ഇത് സ്റ്റാൾ ചെയ്യണം, നിർമ്മാണം നിർത്തണം, അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ എല്ലാ ഫോറത്തിലും വേൾഡ് ബാങ്ക് ഓംബുഡ്സ്മാൻ അടക്കം ഇവിടെ കൊണ്ടുവന്നു? എന്തിനായിരുന്നു? അന്ന് മത്സ്യത്തൊഴിലാളികൾ പ്രതികളല്ല, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. അന്ന് എന്തിനാണ് ഇവർ സമരം ചെയ്തത്? എന്തിനാണ് ഈ കോടതി ലിറ്റിഗേഷനിലോട്ടൊക്കെ പോയത്? അപ്പൊ ഇവർക്കൊരു അജണ്ടയുണ്ട്. ഒരു കാലത്തും വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാൻ പാടില്ല. അന്ന് ആ പറയുന്ന തരത്തിൽ റിസോർട്ടുകാരായിരുന്നു അതിനുള്ള ചൂട്ടുപിടിച്ചത്. അന്ന് പദ്ധതി പ്രദേശത്ത് ഒരു റോഡ് പോകുന്നുണ്ട്. റോഡ് നിർമ്മിക്കുന്നത് കാരണം അവിടെ കുടിവെള്ളം നഷ്ടപ്പെടുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ സ്ലോഗൻ. അപ്പൊ ഓരോ ഘട്ടത്തിലും ഇവരിങ്ങനെ സ്ലോഗൻ മാറ്റി മാറ്റി ഗോൾ പോസ്റ്റ് മാറ്റി മാറ്റി വെച്ചുള്ള കളിയാണ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഗോൾ പോസ്റ്റ് വയ്ക്കുമ്പോഴും അവിടെയും ഗോൾ അടിച്ചു തുടങ്ങുമ്പോൾ പിന്നെയും അവർ ഗോൾ പോസ്റ്റ് മാറ്റി. അപ്പൊ കുടിവെള്ള പ്രശ്നം, ടാക്സി തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പ്രശ്നം, ഓരോ ഘട്ടത്തിലും ഇവർ വെച്ച സ്ലോഗൻസ് ആണ്. അവസാനം 2021 മത്സ്യത്തൊഴിലാളികളെ ഇവർ വിലക്കെടുക്കുന്നത്, ലിറ്ററലി വിലക്കെടുക്കുന്നതെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഒരു കാരണവശാലും ഈ സമരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ വിഷയം ഒരു ആരോപണമായി വന്നിട്ടില്ല. ഇവിടെ കടലാക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എനിക്ക് ഒരു പക്ഷവും പിടിക്കേണ്ട. ഞാൻ അദാനിയുടെ വക്താവല്ല. ഞാൻ ഈ സമരക്കാരോട് പറഞ്ഞു, ഈ 21 സമരക്കാരോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വിഴിഞ്ഞം പദ്ധതി കാരണമാണ് ഇവിടെ കടലാക്രമണം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന തരത്തിൽ സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതുപേക്ഷിച്ച് നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങളോടൊപ്പം നിൽക്കാം. പക്ഷെ നിങ്ങൾ പ്രൂവ് ചെയ്യണം, സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യണം. ഗലീലിയോ കളിയൊന്നും പറ്റത്തില്ല. സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത് വിഴിഞ്ഞം പദ്ധതിയാണ് ശംഖുമുഖത്തെ കടലാക്രമണത്തിന് കാരണമെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ വിഴിഞ്ഞം പദ്ധതി വേണ്ടാന്ന് വയ്ക്കാൻ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷെ വേർ ഇസ് ദ എവിഡൻസ്? നിങ്ങൾ തെളിയിക്കുക. ഇനി അതേ സമയത്ത് വിഴിഞ്ഞം പദ്ധതി കാരണമല്ല കടലാക്രമണം എന്നുള്ളതിന്റെ സയന്റിഫിക് സ്റ്റഡി ഉണ്ട്. അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു ഡോക്ടർ ക്ലെമൻ ലോപ്പസ്, തൂന്ത്രക്കാരനാണ്. തൂന്ത്രക്കാരൻ വേറെ മലയിലിരിക്കുന്ന ആളൊന്നുമല്ല. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന് ഇവിടത്തെ കടലും കാറ്റും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഡോക്ടർ ക്ലെമൻ ലോപ്പസിന്റെ പഠനം, സാറ്റലൈറ്റ് പിക്ചർ എല്ലാം വെച്ചുകൊണ്ട് എത്രത്തോളം കടൽ പോയി, എത്രത്തോളം കര പോയി, എത്രത്തോളം വീടുകൾ നഷ്ടപ്പെട്ടു, പ്രീ വിഴിഞ്ഞം, പോസ്റ്റ് വിഴിഞ്ഞം, അങ്ങനെ നോക്കുമ്പോൾ ഈവൻ നിർമ്മാണത്തിന് ശേഷം പോസ്റ്റ് നിർമ്മാണത്തിൽ കടലാക്രമണത്തിന്റെ തോത് കുറവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡി. ഇവിടുത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്ന വിങ് അദ്ദേഹത്തിന്റെ സെമിനാർ ലൈവായിട്ട് സംപ്രേഷണം ചെയ്തു. ഹിന്ദു ഉൾപ്പെടെയുള്ള മീഡിയകൾ വലിയ തോതിൽ അദ്ദേഹത്തിന്റെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തു. ഈ സമരം പൊളിയാനുള്ള ആദ്യത്തെ ആണി ഡോക്ടർ ക്ലെമൻ ലോപ്പസിന്റെ പഠനമായിരുന്നു. അദ്ദേഹം ചാലഞ്ച് ചെയ്തു, ഇത് കാരണമാണ്, വിഴിഞ്ഞം പദ്ധതി കാരണമാണ് കടലാക്രമണം എന്നുള്ളത് നിങ്ങൾ ഇതുപോലെ പ്രൂവ് ചെയ്യുക വിത്ത് സോളിഡ് എവിഡൻസ്, സാറ്റലൈറ്റ് പിക്ചേഴ്സ്, സയന്റിഫിക് ഫിഗേഴ്സ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റാം, ഞങ്ങളുടെ സ്റ്റാൻഡ് മാറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവർക്കൊന്നും പറയാൻ പറ്റിയില്ല, ഒരു ഉത്തരവില്ല. നേരെ മറിച്ച് ഇവരുടെ ഇദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ തോമസ് ആണെന്ന് തോന്നുന്നു. ഡോക്ടർ തോമസ് ആണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പുതുതായിട്ടൊരു കമ്മീഷനെ അവർ നിയമിച്ച്, ജനകീയ കമ്മിറ്റിയിലെ ഈ ഡോക്ടർ തോമസിന്റെ സെസ്സിൽ അദ്ദേഹം
ഉദ്യോഗസ്ഥനായിരുന്ന സമയത്തെ പഠനം എന്ന് പറയുന്നത് വിഴിഞ്ഞം വരുന്നതിന് മുമ്പ് ഇവിടെ കടലാക്രമണം ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പഠനം. അദ്ദേഹമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പുതുതായിട്ട് പഠിക്കാൻ നിയോഗപ്പെട്ടത്. അപ്പോൾ എല്ലാ തരത്തിലും ഇവർ കോർണർ ചെയ്യപ്പെട്ടു. ഇവർ പറയുന്നതിനകത്ത് സത്യമില്ല, മത്സ്യത്തൊഴിലാളികളെ വെറുതെ കരുവാക്കുകയാണ്. പല മത്സ്യത്തൊഴിലാളികളോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞ ന്യായീകരണം എന്താണെന്നറിയാം? അവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ന്യായീകരണം, ഫാദർ വിളിച്ചാൽ എങ്ങനെ പോകാതിരിക്കും? നമുക്ക് എന്തെങ്കിലും ഒരു സ്കൂൾ അഡ്മിഷൻ, ഒരു കോളേജ് അഡ്മിഷൻ, ഒരു ആശുപത്രി കേസ്, എന്തെങ്കിലും ഒരു സഹായത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തിൽ പുള്ളിയോടാണ് ഞങ്ങൾ പോയി സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകാതിരുന്നാൽ നാളെ ഇത്തരം ബെനിഫിറ്റ്സ് എല്ലാം നിഷേധിക്കും. പിന്നെ പോകാതിരിക്കുന്നതിന്റെ ഭാഗമായി ചില പണിഷ്മെന്റ്സ് ഉണ്ട്. പള്ളിയിൽ കുറ്റവിചാരണ ചെയ്യപ്പെടും, സാമ്പത്തികമായി ചില പണിഷ്മെന്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല ഞാൻ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു ആഘോഷമായിരുന്നു. ഇവർ പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഫ്രീ ബസ്, ഫ്രീ ഭക്ഷണം. ഈ യാത്രയിൽ പോകുമ്പോൾ ഫ്രീ ഭക്ഷണം, ഫ്രീ യാത്ര. അവിടെ പോയി ഒന്നാന്തരം ഒരു നല്ല ഒരു മൈതാനം, നല്ല ഒരു കടല്, കടലിന്റെ ഉള്ളിൽ നടന്നുപോയി ഹാർബർ കാണാം, കടലിന്റെ ഉള്ളിൽ പോകാം. ഒരു ടൂറ് സംഘടിപ്പിച്ചതുപോലെയാണ് ഇവർ പലരും അതിനകത്ത് പോയി എൻജോയ് ചെയ്തിട്ട് വരികയായിരുന്നു. ഇനി നമ്മൾ ചില സാധനങ്ങൾ കണ്ടു, ചില ആക്രമണങ്ങൾ നടത്തി, അവിടെ ഗേറ്റ് തല്ലിപ്പൊട്ടിക്കലും അങ്ങനെ എങ്ങനെയൊക്കെ നടത്തിയല്ലോ. അതിനകത്ത് ചില ആന്റി സോഷ്യൽ എലമെന്റ്സ് കടന്നുകൂടിയിരുന്നു. നോട്ട് ഫിഷർമെൻ, ഇവിടെയുള്ള നിരോധിക്കപ്പെട്ടതും അല്ലാത്തതുമായ ചില സംഘടനകൾ കടന്നുകൂടിയാണ് ഒരു മിലിറ്റന്റ് ലൈനിൽ ഈ സമരത്തെ മാറ്റിയത്. അല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല. മത്സ്യത്തൊഴിലാളികൾ കുറ്റസമ്മതം പോലെ പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവർ പറഞ്ഞതുകൊണ്ട്, കാരണം ഇവർ അവരുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒഴിവാകാൻ പറ്റില്ല. അനുസരണയല്ല, ഞങ്ങൾക്കത് ധിക്കരിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട് ഞങ്ങൾ പോകുന്നു. അപ്പൊ ഏത് സമരത്തിനാണ് നമ്മളിങ്ങനെ ബിരിയാണിയും ഉത്സവവും കാറും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്? ചില രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുപോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പോയ ഒരു സമരത്തിന് ആളെ കൂട്ടാൻ ഇവർക്ക് പറ്റി. അങ്ങനെ കുറെ മത്സ്യത്തൊഴിലാളികൾ പോയി അവിടെ പോയി അവർ ലൈഫ് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നു. ഇതിനെ ഈ മത്സ്യത്തൊഴിലാളികളുടെ വലിയ പ്രതിഷേധമായിട്ട് ഇവർ ചിത്രീകരിക്കുകയായിരുന്നു. അല്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും മത്സ്യത്തൊഴിലാളിയോട് ചോദിച്ചാൽ 100% ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ ഈ സമരത്തിനെ അനുകൂലിച്ചിട്ടില്ല എന്നുള്ള മറുപടിയായിരിക്കും നമുക്ക് ലഭിക്കുക. ഇത് ഈ ഒരു സംശയത്തിന് ഇത്രയും വിശദമായിട്ടുള്ള ഒരു ഉത്തരം തന്നത് നന്നായി സർ. കാരണം ഈ ഒരു സംശയം ഇത് തിരുവനന്തപുരത്തെ ജനതയെ വല്ലാണ്ട് ഒരു മത്സ്യത്തൊഴിലാളികളെ അകറ്റി നിർത്താനായിട്ടുള്ള, മാനസികമായിട്ട് തന്നെ അകറ്റി നിർത്താനായിട്ടുള്ള ഒരു കാരണമായിരുന്നു. എന്നോട് തന്നെ പലരും, നമ്മുടെ സിറ്റിയിലുള്ള പല ആളുകളും പറഞ്ഞു, തുറമുഖമൊക്കെ നമുക്ക് വേണം, നല്ല കാര്യം, പക്ഷെ മത്സ്യത്തൊഴിലാളികളെ ഈ സിമെന്റ് ഗോഡൌണിലിട്ടിട്ട് അവർക്കൊരു പരിരക്ഷയും നൽകാതെ, അവരുടെ ജീവിതത്തിന് ഒരു സെക്യൂരിറ്റി കൊടുക്കാതെ എന്ത് വികസനമാണ്? അങ്ങനെ ഒരു വികസനം നമുക്ക് വേണ്ട എന്ന് പലരും എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ കോർണർ ചെയ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കണ്ടെന്ന് ഇവിടെ ആര് പറയുന്നു? അവർക്ക് സംരക്ഷണം കൊടുക്കണം. ആദ്യത്തെ സംരക്ഷണം അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ അതും ഈ പ്രോജക്റ്റുമായിട്ട് എന്താണ് ബന്ധം? അങ്ങനെയുള്ള ആളുകൾ ഈ പ്രൊജക്റ്റുമായിട്ട് ഈ സമരത്തിന് ഒരു ബന്ധവുമില്ല എന്ന് പിന്നീട് പതുക്കെയാണെങ്കിൽ അവർ മനസ്സിലാക്കിയത് ഞങ്ങളുടെ ചില ഇടപെടലുകൾ കൂടിയാണ്. ആ സമയത്ത് വളരെ ആക്റ്റീവായിട്ട് ചില സോഷ്യൽ മീഡിയ, യൂട്യൂബ് ചാനലുകൾ രംഗത്ത് വന്നു. അത് ഇപ്പോൾ പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ ഈ സമയത്ത് ഒരു 7 ദിവസം നിരാഹാര സമരം കിടന്നു. ഞാനൊരു 7 ദിവസം ഇതിനു വേണ്ടി നിരാഹാര സമരം കിടന്നു. ഞങ്ങൾ 8 ദിവസം കിടന്നു. 7-ാം ദിവസം എന്നെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് മാറ്റുമായിരുന്നു. 8-ാം ദിവസമായപ്പോൾ ഒരു സാഹചര്യം വന്നിട്ട് അനുകൂലമല്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഈ 7 ദിവസത്തിനിടയിൽ മുളച്ചു പൊന്തിയ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ വന്ന ആ സമയത്ത് എന്നെ കോർണർ ചെയ്യുക, അല്ലെങ്കിൽ സമരം ഇവരുടെ സമരത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ കോർണർ ചെയ്യാൻ വേണ്ടി ഒരുപാട്. ഇന്ന് ആ സാധനങ്ങളൊന്നുമില്ല. അത്തരം ഒരു ചാനലുകളെ ഇപ്പൊ കാണാനില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇതെല്ലാം ഫണ്ടഡ് ആയിരുന്നു. ആ സമയത്ത് ഒരു ലേബൽ ഉണ്ടാക്കി, ഒരു ചാനൽ ഉണ്ടാക്കി, പരമാവധി ആ സമയത്ത് ഈ ലോകം മുഴുവൻ തെറ്റായ വാർത്തകൾ എത്തിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചാനലുകൾ മുഴുവൻ ഇപ്പൊ അപ്രത്യക്ഷമായി. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിന്റെ പിന്നിൽ ഇറങ്ങിയ പണത്തിന്റെ വോളിയം എത്രയാണ്. ഇനി ഏറ്റവും ഒടുവിലുള്ള ഒരു കഥ കൂടി ഞാൻ പറഞ്ഞ് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. ഒരുപക്ഷെ വത്സാമണി അറിയുമായിരിക്കും, 2 പേരും ഇപ്പൊ ജയിലിലാണ്. ഡൽഹിയിൽ, തിഹാർ ജയിലല്ല, വേറെ ഏതോ ജയിലിലാണ്. ഒരു ആൾ, ചിലപ്പോൾ വത്സാമണിയുടെ സുഹൃത്തായിരിക്കാം, പ്രഭീർ പുർക്കായസ്ത. കേട്ടിട്ടുണ്ടോ പേര്? കേട്ടിട്ടുണ്ട്. പ്രഭീർ പുർക്കായസ്ത
ഒരു ചൗധരി, ആ. ഈ രണ്ടുപേരും ഇപ്പൊ ന്യൂസ് ക്ലിക്കിലുള്ള ന്യൂസ് ക്ലിക്ക് രണ്ടുപേരും ഇപ്പൊ ജയിലിലാണ്. ഈ രണ്ടു പേർക്കും അമേരിക്കയിലെ നെവിൽ റോയ് സിംഗം ഉം. എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ പൗരത്വമുള്ള അമേരിക്കക്കാരൻ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഫണ്ട് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ട് ഇന്ത്യയുടെ അജണ്ട അട്ടിമറിക്കുവാൻ വേണ്ടിയാണ് ഈ ഫണ്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന പ്രബീർ പുർക്കായസ്ത എന്ന് പറയുന്ന എഡിറ്റർ ഓഫ് ന്യൂസ് ക്ലിക്ക്, ഇദ്ദേഹം ഒരു സംഘടന, ഒരു NGOയുമായിട്ട് ഒരു കണ്ണൈവൻസ് നടത്തുന്നുണ്ട്. ഈ NGO വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്റലിജൻസ് ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ മണി സ്വീകരിക്കുന്നവർ ഈ സമരത്തിൽ വിഴിഞ്ഞം പദ്ധതി പൊളിക്കാൻ രംഗത്തുണ്ടായിരുന്നു. അപ്പൊ കോടിക്കണക്കിന് രൂപ ഒരു വിഷയത്തിന് ഇറക്കാൻ പറ്റിയാൽ ഏത് കാര്യവും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കള്ളം സത്യമാക്കാൻ പറ്റും, സത്യം കള്ളമാക്കാൻ പറ്റും. ആ പണമാണ് ഇത്തരം യൂട്യൂബ് ചാനലുകൾ എന്നെയും ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ ആക്രമിക്കുവാൻ വേണ്ടി ഒരുപാട് ചാനലുകൾ ആ സമയത്ത് വന്നു. ഒരുപാട് മെഷീനറി വന്നിരുന്നു. ഒരുപാട് ആളുകളെ കൊണ്ട് ഞങ്ങളെ തെറിപറയിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇന്റർനാഷണൽ ഫണ്ട് ഒത്തിരി ഈ സമരത്തിന്റെ പിന്നിൽ ഇറങ്ങി എന്നുള്ളത് ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ അത്തരം കഥകളെല്ലാം പുറത്തു വന്നേക്കും. വളരെ നന്ദി സർ. ഈ ഒരു ഇൻഫർമേഷനും ഈ പൊതുജനങ്ങൾക്കുണ്ടായ ഡൗട്ട് അതിന് ഒരു ഉത്തരം തന്നതിനും വളരെ നന്ദി. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.